അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ പാലപ്പള്ളി മേഖലയിലെ തോട്ടം തൊഴിലാളി കുടുംബങ്ങൾ അവകാശങ്ങൾ നേടിയെടുക്കാൻ പ്രക്ഷോഭത്തിനൊരുങ്ങി തൊഴിലാളി യൂണിയനുകൾ. വടക്കാഞ്ചേരി നഗരസഭയിലെ മാർക്കറ്റിലെ മാലിന്യം സംസ്കരിക്കാൻ കർശന നിർദ്ദേശങ്ങളുമായി നഗരസഭ. തീരുമാനങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ മാർക്കറ്റ് അടച്ചിടുമെന്ന് മുന്നറിയിപ്പ്. TCV ഇംപാക്ട്. ടോൾ പിരിവ് ആരംഭിച്ച ഒരു പതിറ്റാണ്ട് പിന്നിട്ടിട്ടും ദേശീയപാതയിലെ പോരായ്മകൾക്ക് പരിഹാരമായില്ല. സർവീസ് റോഡുകൾ മരണക്കെണികളായി മാറുന്നു. എയർ ഹോൺ ഘടിപ്പിച്ച വാഹനങ്ങൾക്ക് പിടിവീടും. പരിശോധന കർശനമാക്കി മോട്ടോർ വാഹന വകുപ്പ്. ജില്ലയിൽ ഗ്യാസ് ഏജൻസി ഷോറൂമുകളിൽ നിന്ന് 5 കിലോമീറ്റർ ദൂരം വരെ ഹാൻഡ്ലിംഗ് ചാർജ് ഒഴിവാക്കാൻ തീരുമാനം. ജൂലൈ 1 മുതൽ തീരുമാനം പ്രാബല്യത്തിൽ. നമസ്കാരം. വാർത്തകൾ വിശദമായി. അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ പാലപ്പള്ളി മേഖലയിലെ തോട്ടം തൊഴിലാളി കുടുംബങ്ങൾ അവകാശങ്ങൾ നേടിയെടുക്കാൻ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് തൊഴിലാളി യൂണിയനുകൾ. മേഖലയിലെ ഹാരിസൺ ജുങ്ടോളി കമ്പനികളുടെ റബ്ബർ തോട്ടങ്ങളിലായി പണിയെടുക്കുന്ന 2000-ലേറെ തൊഴിലാളി കുടുംബങ്ങളാണ് അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ പൊറുതിമുട്ടുന്നത്. പതിറ്റാണ്ടുകൾക്ക് മുൻപ് നിർമ്മിച്ച ഒറ്റമുറി പാടിയിലാണ് കുടുംബങ്ങൾ താമസിക്കുന്നത്. വേതന വർധനവ്, ചികിത്സാ സഹായം, ഒറ്റമുറി വീട് പദ്ധതി എന്നിവയാണ് തൊഴിലാളികളുടെ പ്രധാന ആവശ്യം. ഒരു പാടിയിൽ 5 കുടുംബങ്ങൾ വരെയാണ് തിങ്ങി പാർക്കുന്നത്. ഓരോ കുടുംബങ്ങൾക്കും വീട് നിർമ്മിച്ചു നൽകണമെന്നാണ് ആവശ്യം. ഇതിനായി ആരംഭിച്ച ഒറ്റവീട് പദ്ധതി പാതി വഴിയിൽ ഉപേക്ഷിച്ച നിലയിലാണ്. സർക്കാരിന്റെ സഹായത്തോടെ വനഭൂമിയിൽ കമ്പനികൾ വീട് നിർമ്മിച്ചു നൽകുന്നതായിരുന്നു പദ്ധതി. സർക്കാർ നൽകുന്ന ധനസഹായം ഗഡുക്കളായി കമ്പനി തിരിച്ചടയ്ക്കണമെന്നും വ്യവസ്ഥയുണ്ടായിരുന്നു. എന്നാൽ നഷ്ടത്തിന്റെ കണക്ക് പറയുന്ന കമ്പനികൾ ഭാരിച്ച ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറാകാത്തതാണ് പദ്ധതി നടപ്പിലാകാത്തതിന്റെ കാരണം. 600 രൂപയാക്കി വേതന വർധനവ് ഉടൻ നടപ്പിലാക്കാൻ തോട്ടം ഉടമകൾ തയ്യാറാകണമെന്നും തൊഴിലാളികൾ ആവശ്യപ്പെട്ടു. തോട്ടം മേഖലയിലെ ചികിത്സാ രംഗത്ത് കാലാനുസൃതമായ മാറ്റം വരുത്തുക, തൊഴിലാളികൾക്ക് ESI ഏർപ്പെടുത്തുക, ടാപ്പിംഗ് സമ്പ്രദായത്തിൽ മാറ്റങ്ങൾ വരുത്തി തൊഴിലാളികളുടെ എണ്ണം വെട്ടിച്ചുരുക്കാനുള്ള നീക്കത്തിൽ നിന്ന് കമ്പനികൾ പിന്മാറുക തുടങ്ങിയ ആവശ്യങ്ങളും യൂണിയൻ മുന്നോട്ട് വയ്ക്കുന്നു. തോട്ടം മേഖലയെ സംരക്ഷിക്കാൻ മുഖ്യമന്ത്രി നിയമസഭയിൽ നടത്തിയ പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്യുന്നതായി യൂണിയൻ നേതാക്കൾ അറിയിച്ചു. സർക്കാരിന്റെ പ്രഖ്യാപനം മേഖലയിൽ ഒരു പരിധിവരെ പരിഹാരമാകുമെന്ന പ്രതീക്ഷയിലാണ് തൊഴിലാളി കുടുംബങ്ങൾ. TCV പുതുക്കാട്. വടക്കാഞ്ചേരി നഗരസഭയിലെ മാർക്കറ്റിലെ മാലിന്യം സംസ്കരിക്കാൻ കർശന നിർദ്ദേശങ്ങളുമായി നഗരസഭ. തീരുമാനങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ മാർക്കറ്റ് അടച്ചിടുമെന്ന് മുന്നറിയിപ്പ്. മാർക്കറ്റിലെ മാലിന്യ പ്രശ്നം സംബന്ധിച്ച TCV വാർത്തയെ തുടർന്ന് നഗരസഭാ ഹാളിൽ ചേർന്ന മാർക്കറ്റിലെ കച്ചവടക്കാരുടെ യോഗത്തിലാണ് തീരുമാനങ്ങൾ അറിയിച്ചത്. മാർക്കറ്റിലെ കച്ചവടക്കാർ സൗകര്യത്തിനായി അടച്ച കാന, മാലിന്യക്കുഴി എന്നിവ തുറക്കണം. കടകൾ കഴുകി വൃത്തിയാക്കുന്നതിനായി നിലം, ടൈൽസ്, സിമന്റ് എന്നിവ വിരിക്കണം. മാർക്കറ്റിൽ തെർമോക്കോൾ കൊണ്ടുവരരുത്. മാർക്കറ്റും സ്റ്റാളും ദിവസേന കഴുകി വൃത്തിയാക്കണം. നിർദ്ദേശങ്ങൾ ജൂലൈ 1-നകം നടപ്പിലാക്കണം. തീരുമാനങ്ങളിൽ വീഴ്ച വരുത്തിയാൽ ജൂലൈ 2-ന് മാർക്കറ്റ് അടച്ചുപൂട്ടുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. നഗരസഭാ വൈസ് ചെയർമാൻ MR അനൂപ് കിഷോർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജയപ്രീത മോഹൻ, NK പ്രമോദ് കുമാർ, ഹെൽത്ത് ഇൻസ്പെക്ടർ വിജയപ്രകാശ് എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. TCV വടക്കാഞ്ചേരി. ദേശീയപാത 47-നെ 4 വരി പാതയാക്കി വികസിപ്പിച്ച ടോൾ പിരിവ് തുടങ്ങിയിട്ട് ഒരു പതിറ്റാണ്ടോളമായിട്ടും ദേശീയപാതയിലെ പോരായ്മകൾക്കും പ്രശ്നങ്ങൾക്കും പരിഹാരമായില്ല. സർവീസ് റോഡുകളുടെയും കാനകളുടെയും നിർമ്മാണമടക്കം ഒട്ടേറെ പണികൾ ഇപ്പോഴും ബാക്കിയാണ്. കൊടകര മേഖലയിലെ കൊളത്തൂർ മുതൽ പേരാമ്പ്ര വരെ പലയിടങ്ങളിലും സർവീസ് റോഡുകൾ ഇപ്പോഴും അപൂർണമാണ്. സർവീസ് റോഡുകളുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി കലുങ്കുകൾ നിർമ്മിക്കാനെടുത്ത കുഴികൾ യാത്രക്കാർക്ക് മരണക്കെണിയായി മാറിയിരിക്കുകയാണ്. കൊളത്തൂർ മേഖലയിൽ പതിവായി അപകടങ്ങൾ നടക്കുന്നതിന്റെ പ്രധാന കാരണവും സർവീസ് റോഡുകളുടെ അപര്യാപ്തതയാണ്. സർവീസ് റോഡുകൾ നിർമ്മിച്ച ഭാഗങ്ങളിലാകട്ടെ അനുബന്ധ പണികൾ പൂർത്തീകരിക്കാത്തതിനാൽ ജീവൻ പണയം വെച്ചുകൊണ്ട് യാത്ര ചെയ്യേണ്ട സ്ഥിതിയാണ്. സർവീസ് റോഡുകളുള്ള ഭാഗത്ത് അവയ്ക്ക് കുറുകെ ചെറിയ തോടുകൾ കടന്നുപോകുന്ന ഭാഗങ്ങളിലെല്ലാം കലുങ്ക് നിർമ്മാണത്തിനായി കുഴിയെടുക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഈ കുഴികളിൽ കോൺക്രീറ്റിങ്ങിനായി വലിയ ഇരുമ്പ് കമ്പികൾ നാട്ടിയത് യാത്രക്കാരുടെ ജീവന് നേരെ ഭീഷണിയായി ഉയർന്നു നിൽക്കുകയാണ്. റോഡരികിൽ ഉയർന്നു നിൽക്കുന്ന കമ്പികൾ പുല്ലു മൂടിക്കിടക്കുന്നതിനാൽ പലപ്പോഴും യാത്രക്കാരുടെ ശ്രദ്ധയിൽപ്പെടാറില്ല. കൊടകര മുതൽ പേരാമ്പ്ര വരെയുള്ള 3 കിലോമീറ്റർ ദൂരത്തിനുള്ളിൽ ഇത്തരത്തിലുള്ള നിരവധി കുഴികളാണ് സർവീസ് റോഡുകളുടെ ഓരത്തുള്ളത്. ഈ കുഴികളിലേക്ക് വാഹനങ്ങൾ മറിയുന്നത് പതിവ് സംഭവമാണ്. കൊടകര പോലീസ് സ്റ്റേഷന് സമീപം സർവീസ് റോഡിനോട് ചേർന്ന് കാന നിർമ്മിക്കാത്തതിനാൽ യാത്രക്കാർ റോഡരികിലെ ഗർത്തത്തിലേക്ക് വീഴാവുന്ന സ്ഥിതിയാണുള്ളത്. നെല്ലായി തൂപ്പൻകാവ് പാലത്തിനോട് ചേർന്ന സർവീസ് റോഡിനായി നിർമ്മാണം തുടങ്ങിയ പാലം ഇപ്പോഴും എങ്ങുമെത്താതെ കിടക്കുന്നു. നിരന്തരം അപകടങ്ങൾ സംഭവിക്കുന്ന ഈ മേഖലയിൽ പാലവും സർവീസ് റോഡും വന്നാൽ യാത്ര സുരക്ഷിതമാകും. BOT പാതയ്ക്കായി വികസിപ്പിച്ചതിന് ശേഷം ദേശീയപാതയിലെ പേരാമ്പ്ര, പെരിങ്ങാക്കുളം, ഉളുമ്പത്തുകുന്ന്, കൊളത്തൂർ, നെല്ലായി എന്നിവിടങ്ങളിലായി 1000-ഓളം അപകടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്.
പേരാമ്പ്ര ജംഗ്ഷൻ, നെല്ലായി ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ യാത്രക്കാർക്ക് സുരക്ഷിതമായി റോഡ് മുറിച്ചു കടക്കാനുള്ള സംവിധാനങ്ങളും ഉണ്ടായിട്ടില്ല. ഇവിടങ്ങളിലെ നിർദ്ദിഷ്ട ഫുട് ഓവർ ബ്രിഡ്ജ് നിർമ്മാണം പ്രഖ്യാപനത്തിൽ ഒതുങ്ങി. പാതവിളക്കുകൾ വേണ്ടത്ര സ്ഥാപിക്കാത്തതിനാൽ ദേശീയപാത പലയിടത്തും ഇരുട്ടിലാണ്. കൊടകര പഞ്ചായത്തിന്റെ പരിധിയിലുള്ള വിവിധ ഭാഗങ്ങളിൽ കാന നിർമ്മാണം അടക്കമുള്ള പണികൾ ഇനിയും ചെയ്തു തീർക്കാനുണ്ടെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PR പ്രസാദൻ പറഞ്ഞു. ഇരു സൈഡുകളിലെയും ഡ്രെയിനേജുകളുടെ നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. പ്രത്യേകിച്ച് കൊടകര പള്ളിയുടെ മുൻവശത്ത് ഫ്ലൈ ഓവറിൻ്റെ താഴെ ഏകദേശം 300 മീറ്ററോളം വരുന്ന ദൂരം ഡ്രെയിനേജ് ഒട്ടും തന്നെ നിർമ്മിക്കാത്തതിൻ്റെ ഭാഗമായി അവിടെ വലിയ തോതിലുള്ള വെള്ളക്കെട്ടും മാലിന്യ പ്രശ്നങ്ങളും ഇപ്പോൾ അഭിമുഖീകരിക്കുകയാണ്. ദേശീയപാതയിലൂടെ സഞ്ചരിക്കുന്നവർക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ ആംബുലൻസ് അടക്കമുള്ള സഹായം ആവശ്യപ്പെടുന്നതിനായി പാതയോരത്ത് സ്ഥാപിച്ചിട്ടുള്ള SOSകൾ മിക്കവയും തുരുമ്പെടുത്ത് നശിക്കുകയുമാണ്. TCV കൊടകര. എയർ ഹോൺ ഘടിപ്പിച്ച വാഹനങ്ങൾക്ക് പിടിവിടും. പരിശോധന കർശനമാക്കി മോട്ടോർ വാഹന വകുപ്പ്. ശബ്ദമലിനീകരണത്തിന്റെ ഭാഗമായി കോടതി നിരോധിച്ച എയർഹോണുകൾ പിടികൂടുന്നതിനുള്ള മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധന കർശനമാക്കി. ജില്ലയിലെ 6 സബ് RTO ഓഫീസുകളുടെ നേതൃത്വത്തിൽ പാലിയേക്കര ടോൾ പ്ലാസയിലാണ് പരിശോധന നടക്കുന്നത്. 24 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പരിശോധന ബുധനാഴ്ച രാവിലെ 6 മണിക്കാണ് ആരംഭിച്ചത്. മധ്യമേഖല ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ അജിത് കുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് പരിശോധന. അന്യസംസ്ഥാനങ്ങളിലെ വാഹനങ്ങളിലാണ് പരിശോധന കർശനമാക്കിയത്. എയർഹോൺ ഘടിപ്പിച്ച വാഹനങ്ങൾ പിടികൂടുന്നതിനായി സംസ്ഥാനത്ത് നടത്തുന്ന ആദ്യത്തെ പരിശോധനയാണ് ഇതെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. അടുത്ത ദിവസങ്ങളിൽ സംസ്ഥാനത്തുടനീളം പരിശോധന വ്യാപകമാക്കും. വാഹനങ്ങളിലെ എയർഹോൺ സംബന്ധിച്ച് TCV കഴിഞ്ഞ ദിവസം വാർത്ത നൽകിയിരുന്നു. റെഡ് സിഗ്നൽ എന്ന പരമ്പരയിൽ ഉൾപ്പെടുത്തിയാണ് എയർഹോണിന്റെ ദുരുപയോഗം TCV അധികൃതരുടെ ശ്രദ്ധയിലെത്തിച്ചത്. ഇരിങ്ങാലക്കുട, തൃശൂർ, ചാലക്കുടി, കൊടുങ്ങല്ലൂർ, വടക്കാഞ്ചേരി, ഗുരുവായൂർ സബ് RTO ഓഫീസുകൾ സംയുക്തമായാണ് പരിശോധന നടത്തുന്നത്. ഓരോ സബ് ഓഫീസുകൾക്കും 6 മണിക്കൂർ ഇടവിട്ടാണ് പരിശോധനാ ചുമതല. 2 ഇലക്ട്രീഷ്യന്മാരുടെ സഹായവും തേടിയിട്ടുണ്ട്. ബുധനാഴ്ച വൈകിട്ട് വരെ 250ഓളം എയർഹോണുകൾ അന്യസംസ്ഥാന വാഹനങ്ങളിൽ നിന്ന് പിടികൂടിയതായി ഇരിങ്ങാലക്കുട വെഹിക്കിൾ ഇൻസ്പെക്ടർ വിനോദ്, അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ PV ബിജു എന്നിവർ അറിയിച്ചു. ഇവരിൽ നിന്ന് 1000 രൂപ വീതം പിഴ ഈടാക്കിയതായും ഉദ്യോഗസ്ഥർ അറിയിച്ചു. പിടികൂടിയ ഹോണുകൾ പിന്നീട് നശിപ്പിച്ചു കളയും. സംസ്ഥാനത്തെ വാഹനങ്ങളിൽ എയർഹോൺ ഘടിപ്പിക്കുന്നത് ഒരു പരിധിവരെ കുറഞ്ഞതായും ഉദ്യോഗസ്ഥർ പറഞ്ഞു. TCV പുതുക്കാട്. ജില്ലയിൽ ജൂലൈ 1 മുതൽ പാചകവാതക ഉപഭോക്താക്കൾക്ക് ഗ്യാസ് ഏജൻസി ഷോറൂമിൽ നിന്ന് 5 കിലോമീറ്റർ ദൂരം വരെ ഹാൻഡ്ലിംഗ് ചാർജ് ഒഴിവാക്കാൻ തീരുമാനം. കളക്ടർ TV അനുപമയുടെ അധ്യക്ഷതയിൽ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന ഓപ്പൺ ഫോറത്തിലാണ് തീരുമാനം. മുമ്പ് ഹാൻഡ്ലിംഗ് ചാർജ് ഈടാക്കിയിരുന്നത് ഗ്യാസ് ഏജൻസിയുടെ ഗോഡൌണിൽ നിന്നുള്ള ദൂരം കണക്കാക്കിയായിരുന്നു. 5 മുതൽ 10 കിലോമീറ്റർ വരെ 22 രൂപ, 10 മുതൽ 15 വരെ 27 രൂപ, 15 മുതൽ 20 വരെ 32 രൂപ, 20-ന് മുകളിൽ 37 രൂപ എന്നിങ്ങനെയാണ് ഈടാക്കി വരുന്ന നിരക്കുകൾ. ചില ഓയിൽ കമ്പനികളുടെ പാചകവാതക സിലിണ്ടർ ഡെലിവറി ബില്ലിൽ കൂടുതൽ വ്യക്തത വരുത്തി സുതാര്യമാക്കുവാൻ ഓപ്പൺ ഫോറത്തിൽ കളക്ടർ നിർദ്ദേശിച്ചു. പാചകവാതക സിലിണ്ടർ വിതരണം ചെയ്യുമ്പോൾ തൂക്കവും ചോർച്ചയും പരിശോധിക്കുവാനുള്ള സംവിധാനം കാര്യക്ഷമമാക്കണം. സിലിണ്ടർ വീടുകളിലേക്ക് എത്തിക്കുന്നവർ, ഗ്യാസ് ഏജൻസി ജീവനക്കാർ തുടങ്ങിയവരുടെ മോശമായ പെരുമാറ്റങ്ങൾക്ക് ഏജൻസി ഉടമകൾ ഉത്തരവാദിത്വത്തോടെ നടപടികൾ സ്വീകരിക്കണമെന്ന് കളക്ടർ നിർദ്ദേശിച്ചു. ഓയിൽ കമ്പനി പ്രതിനിധികൾ കൃത്യമായി ഏജൻസി ഓഫീസുകൾ സന്ദർശിച്ച് ഉപഭോക്താക്കളുടെ പരാതികൾക്ക് പരിഹാരമുണ്ടാക്കണമെന്നും യോഗത്തിൽ ധാരണയായി. ഗ്യാസ് ഏജൻസികളും ഉപഭോക്താക്കളുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ താലൂക്ക് തലത്തിൽ അദാലത്തുകൾ സംഘടിപ്പിക്കുമെന്നും കളക്ടർ വ്യക്തമാക്കി. ഗ്യാസ് ഏജൻസി ജീവനക്കാരുടെ മോശം പെരുമാറ്റത്തെക്കുറിച്ച് അതിരൂക്ഷമായ വിമർശനമാണ് ഓപ്പൺ ഫോറത്തിൽ ഉയർന്നത്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഡെപ്യൂട്ടി കളക്ടർ ബാബു സേവ്യർ, ഡിസ്ട്രിക്ട് സപ്ലൈ ഓഫീസർ അജിത് കുമാർ, താലൂക്ക് സപ്ലൈ ഓഫീസർ ജയചന്ദ്രൻ, ഓയിൽ കമ്പനി പ്രതിനിധികൾ, ഗ്യാസ് ഏജൻസി ഉടമകൾ, ഉപഭോക്തൃ സംഘടനകളുടെ പ്രതിനിധികൾ, ഉപഭോക്താക്കൾ തുടങ്ങിയവർ ഓപ്പൺ ഫോറത്തിൽ പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ. കാലവർഷം കനത്തതോടെ KSEB ജീവനക്കാരും കേബിൾ TV ഓപ്പറേറ്റർമാരും ദുരിതത്തിലായി. ശക്തമായ കാറ്റിലും മഴയിലും വൈദ്യുതി ബന്ധവും കേബിൾ TV സംരക്ഷണവും തകരാറിലാവുമ്പോൾ പ്രശ്നം പരിഹരിക്കാൻ പ്രതികൂല കാലാവസ്ഥയിലും ഏറെ ബുദ്ധിമുട്ടുകയാണ് ജീവനക്കാർ. ശക്തമായ കാലവർഷം വലിയ നാശമാണ് വിതച്ചുകൊണ്ടിരിക്കുന്നത്. വൈദ്യുത ബന്ധവും കേബിൾ TV സംരക്ഷണവും പുനഃസ്ഥാപിക്കാൻ രാപ്പകലുകൾ ജോലിയെടുക്കേണ്ട അവസ്ഥയിലാണ് ഇരുവിഭാഗത്തിൽപ്പെട്ട ജീവനക്കാർ. ഇതിനിടയിൽ തകരാർ പരിഹരിക്കാൻ സമയമെടുക്കുമ്പോൾ ഉപഭോക്താക്കളുടെ മോശം പെരുമാറ്റമുണ്ടാകുന്നത് ജീവനക്കാരുടെ മനോവീര്യം കെടുത്തുന്നു. പലപ്പോഴും ജീവനക്കാരും ഉപഭോക്താക്കളും തമ്മിൽ വാക്കേറ്റമുണ്ടാകുന്നുണ്ട്. പ്രതികൂല കാലാവസ്ഥയിലുണ്ടാകുന്ന തകരാറുകൾ പരിഹരിക്കുവാൻ സമയമെടുക്കുമെന്നതിനാൽ ഉപഭോക്താക്കൾ സഹകരിക്കണമെന്നാണ് KSEB ജീവനക്കാർ പറയുന്നത്. ഞങ്ങൾ വളരെ സന്നദ്ധരായിട്ടാണ് ഒരു 24 മണിക്കൂറും കഴിച്ചു കൂട്ടുന്നത്. പരമാവധി അവർക്ക് വേണ്ടുന്ന സേവനങ്ങൾ ചെയ്യാനായിട്ട് ഞങ്ങൾ സദാ സന്നദ്ധരാണ്. ഏതു സമയത്തും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് സേവനങ്ങൾ ഉണ്ടാവും.
അതിനിടെ വൈദ്യുത ബന്ധം പുനഃസ്ഥാപിച്ചിട്ടേ കേബിൾ തകരാറുകൾ പരിഹരിക്കാൻ കഴിയൂ എന്നതിനാൽ കേബിൾ ജീവനക്കാരും പഴിയേറെ കേൾക്കേണ്ടി വരുന്നു. കേബിൾ ബന്ധം പുനഃസ്ഥാപിച്ചാൽ തന്നെയും തകരാറുണ്ടായത് ഇടിമിന്നൽ മൂലമാണെങ്കിൽ അത് പരിഹരിക്കുവാൻ ഏറെ സമയമെടുക്കും. ഇതിനിടെ എത്തിയ ലോകകപ്പ് ഫുട്ബോൾ വൈദ്യുതി ജീവനക്കാരുടെയും കേബിൾ TV ഓപ്പറേറ്റർമാരുടെയും ചങ്കിടിപ്പ് വർദ്ധിപ്പിച്ചു. കളിക്കിടയിലെങ്ങാനും വൈദ്യുതി കേബിൾ സംവിധാനങ്ങൾ തകരാറിലായാൽ ഫുട്ബോൾ പ്രേമികളുടെ പ്രതികരണം പലപ്പോഴും വൈകാരികമായി പോകുന്നു എന്നതാണ് ഇവരെ വലയ്ക്കുന്നത്. ലോകകപ്പ് ഫുട്ബോൾ നടക്കുന്ന സമയത്ത് പരമാവധി തടസ്സമില്ലാതെ സേവനങ്ങൾ നൽകാൻ ഓപ്പറേറ്റർമാർ സജ്ജമാണെന്നും മനഃപൂർവ്വമല്ലാത്ത ഇത്തരം തകരാറുകൾ പരിഹരിക്കാനുള്ള സമയം നൽകി ഉപഭോക്താക്കൾ സഹകരിക്കണമെന്നും കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം TV ജോൺസൺ പറഞ്ഞു. TCV ന്യൂസ്, ചാവക്കാട്. ഇടവേള. വാർത്തകൾ തുടർന്നു. ഓപ്പറേഷൻ സാഗർ റാണി പദ്ധതിയുടെ ഭാഗമായി ജില്ലയിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പ്രത്യേക സ്ക്വാഡ് പ്രവർത്തനം ആരംഭിച്ചു. തീരദേശ മേഖലകളായ ചാവക്കാട്, കൊടുങ്ങല്ലൂർ, കയ്പമംഗലം, നാട്ടിക എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ചാണ് പ്രത്യേക സ്ക്വാഡുകൾ പ്രവർത്തനം നടത്തുക. ചാവക്കാട് വാടാനപ്പള്ളി പ്രദേശത്തെ മത്സ്യവിപണന കേന്ദ്രങ്ങൾ പരിശോധിച്ച് ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡം അനുസരിച്ച് മത്സ്യവില്പന നടത്തുന്നതിനുള്ള മാർഗനിർദ്ദേശം നൽകി. വിശദമായ പരിശോധനയ്ക്ക് സാമ്പിളുകൾ കാക്കനാട് ഭക്ഷ്യസുരക്ഷാ ലാബിലേക്കാണ് അയക്കുക. കാഞ്ഞാണി പെരുമ്പുഴ പാടത്ത് കാറും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച 1.5 വയസ്സുള്ള കുട്ടിയടക്കം 6 പേർക്ക് പരിക്കേറ്റു. തളിക്കുളത്ത് നിന്ന് തൃശൂർ ഭാഗത്തേക്ക് കാറിൽ സഞ്ചരിച്ചിരുന്ന കുടുംബമാണ് അപകടത്തിൽപ്പെട്ടത്. പുല്ലഴി തിണ്ടിക്കൽ വീട്ടിൽ ഷമീർ, സക്കറിയ, ഷാബിറ, 1.5 വയസ്സുള്ള സാഷ മഹറിൻ എന്നിവർക്കാണ് പരിക്ക്. 1.5 വയസ്സുകാരി സാഷ മഹറിനെ വിദഗ്ധ ചികിത്സയ്ക്കായി ജൂബിലി മിഷൻ ആശുപത്രിയിലേക്ക് മാറ്റി. പിക്കപ്പ് വാനിലുണ്ടായിരുന്ന മനക്കുടി സ്വദേശി ബാബു അടക്കം 2 പേർക്കും പരിക്കേറ്റിട്ടുണ്ട്. കാതിക്കുടം നിറ്റാജുലാറ്റിൽ നിന്നുള്ള രാസമാലിന്യം കടലിലേക്ക് കടത്തിവിടുന്നതിനുള്ള പദ്ധതി തയ്യാറാക്കാൻ LNTയെ ചുമതലപ്പെടുത്തി. കൺസൾട്ടൻസിയായി തിരഞ്ഞെടുത്ത LNTയുടെ 2 മാസത്തിനകം പദ്ധതി തയ്യാറാക്കാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. കമ്പനിയിൽ നിന്ന് പുഴയുടെ വശത്തിലൂടെ പൈപ്പ് സ്ഥാപിച്ച് മാലിന്യം കടലിലേക്ക് എത്തിക്കാനാണ് ശ്രമിക്കുന്നത്. ഇത്തരത്തിൽ പദ്ധതി പ്രാവർത്തികമാക്കാൻ ആവശ്യമായ ചെലവും സാങ്കേതിക പ്രശ്നങ്ങളും അവ മറികടക്കാനുള്ള സജ്ജീകരണങ്ങളും വ്യക്തമാക്കുന്ന തരത്തിലാണ് റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത്. നിറ്റാജുലാറ്റിൻ കമ്പനിയും കിൻഫ്രയും ചേർന്നാണ് പദ്ധതി നടപ്പാക്കുകയെന്നാണ് സൂചന. ഇപ്പോൾ കമ്പനിയിൽ നിന്ന് രാസമാലിന്യം തള്ളുന്നത് ചാലക്കുടി പുഴയിലേക്കാണ്. ഈ പ്രശ്നം ഒഴിവാക്കാനാണ് മുഖ്യമന്ത്രിയുടെ ശാസ്ത്ര ഉപദേഷ്ടാവ് MC ദത്തൻ ഇത്തരത്തിലൊരു മാർഗം മുന്നോട്ട് വെച്ചത്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അന്നമനടയിലെത്തിയ MC ദത്തൻ നൽകിയ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മാലിന്യം പുഴയിലേക്ക് തള്ളുന്നത് ഒഴിവാക്കാൻ നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കുന്നംകുളം നഗരത്തിന്റെ അഭിമാന പദ്ധതിയായ തുറക്കുളം മാർക്കറ്റ് നിർമ്മാണം BOT വ്യവസ്ഥയിൽ നിന്നും മാറ്റി. നഗരസഭ തന്നെ നേരിട്ട് നടത്താനുള്ള ചർച്ചകൾക്ക് തുടക്കമിട്ടു. 2009 CPM ഭരണസമിതിയാണ് തുറക്കുളം മാർക്കറ്റ് BOT വ്യവസ്ഥയിൽ നിർമ്മിക്കുന്നതിനായി സ്വകാര്യ കമ്പനിക്ക് വിട്ടു നൽകാൻ തീരുമാനിക്കുന്നത്. അന്നത്തെ പൊതുമരാമത്ത് സ്ഥിരസമിതി അധ്യക്ഷനായിരുന്ന KP പ്രേമൻ പാർട്ടി തീരുമാനത്തിനെതിരെ പരസ്യമായി രംഗത്ത് വരികയും തുടർന്നുണ്ടായ പ്രതിഷേധം കുന്നംകുളത്തെ പാർട്ടിയുടെ പിളർപ്പിലേക്കും എത്തിച്ചു. എന്നാൽ പിന്നീട് വന്ന UDF ഭരണസമിതി അതേ കമ്പനിക്ക് തന്നെ കരാർ ഉറപ്പിച്ചു. എന്നാൽ കൊട്ടേഷൻ നൽകിയ കമ്പനിയും കരാർ ഏറ്റെടുത്ത കമ്പനിയും 2 പേരിലായിരുന്നു. തുറക്കുളം മാർക്കറ്റ് BOT വ്യവസ്ഥയിൽ നിർമ്മിക്കുന്നതിനെതിരെ പ്രക്ഷോഭം നടത്തിയിരുന്ന RMPക്ക് ഈ പേരുമാറ്റം വലിയ അനുഗ്രഹമായി. കരാറിൽ തിരിമറി നടന്നുവെന്നും സമയപരിധിക്കുള്ളിൽ ഇവർക്ക് പദ്ധതി പൂർത്തിയാക്കാനായില്ലെന്നും ചൂണ്ടിക്കാട്ടി RMP കോടതിയെ സമീപിച്ചു. കേസ് നിലനിൽക്കുന്നതിനാൽ പ്രവർത്തനം നടത്താനാകാത്ത സാഹചര്യത്തിലാണ് നഗരസഭ തന്നെ നേരിട്ട് പ്രവർത്തനം നടത്താനുള്ള ധാരണ ഭരണസമിതി കൈക്കൊള്ളുന്നത്. എന്നാൽ 2 കോടിയിൽ പരം രൂപ ചെലവിട്ട കരാർ കമ്പനി നഗരസഭാ തീരുമാനത്തിനെതിരെ കോടതിയെ സമീപിച്ചേക്കുമോ എന്ന ഭയവും അലട്ടുന്നുണ്ട്. മധ്യസ്ഥരെ മുൻനിർത്തി കമ്പനിക്കാരുമായുള്ള ധാരണയുണ്ടാക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് നഗരസഭ. TCV കുന്നംകുളം. ചാലക്കുടിയിലെ കോടതി സമുച്ചയ നിർമ്മാണത്തിനുള്ള പ്രാഥമിക നടപടികൾ തുടങ്ങി. പഴയ കോടതി നിലനിന്നിരുന്ന സ്ഥലത്ത് 7 നിലകളിലായാണ് പുതിയ കെട്ടിട സമുച്ചയം സ്ഥാപിക്കുക. സംസ്ഥാന സർക്കാർ 10 കോടി രൂപയാണ് ഇതിന് അനുവദിച്ചിരിക്കുന്നത്. ഹൈക്കോടതിയുടെ പൊതുമരാമത്ത് വിഭാഗം നേരത്തെ തയ്യാറാക്കിയ എസ്റ്റിമേറ്റിൽ 5 നില കെട്ടിടമാണ് വിഭാവനം ചെയ്തിരുന്നത്. എന്നാൽ പിന്നീട് പുതിയ എസ്റ്റിമേറ്റ് തയ്യാറാക്കുകയും 2 നിലകൾ അധികമായി രൂപകൽപ്പന ചെയ്യുകയുമായിരുന്നു. ഉടനെ തന്നെ ഇതിന്റെ ടെൻഡർ നടപടികൾ പൂർത്തിയാകും. സിനിമകളിൽ മാത്രം കണ്ടുപരിചയമുള്ള തോക്കും ലാത്തിയും കയ്യിൽ കിട്ടിയപ്പോൾ വിദ്യാർത്ഥികൾ അമ്പരന്നു. അവർക്ക് മുന്നിൽ പോലീസ് അത്ഭുതമായി.
അന്തിക്കാട് KGM LP സ്കൂളിലെ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന 100ഓളം വിദ്യാർത്ഥികളാണ് വായനാ വാരാചരണത്തിന്റെ ഭാഗമായി പോലീസ് സ്റ്റേഷനെക്കുറിച്ച് പഠിക്കുന്നതിനായി അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ എത്തിയത്. സ്റ്റേഷനിലെത്തിയ കുട്ടിപ്പട്ടാളത്തെ പോലീസുകാർ വരവേറ്റു. ASI വിൽസൺ ചെറിയാൻ കുട്ടികൾക്ക് തോക്കിന്റെയും ലാത്തിയുടെയും വിലങ്ങിന്റെയും ഉപയോഗ രീതികൾ വിശദീകരിച്ചു. ഞങ്ങൾ KGM LP സ്കൂളിൽ നിന്നാണ് വന്നത്. എൻ്റെ പേര് ദേവിനന്ദ CV. ഞങ്ങൾ ഇവിടെ കണ്ടത് ലാത്തി, തോക്ക്, ഉണ്ട എന്നിവയാണ്. പിസ്റ്റൾ കണ്ടപ്പോൾ പല ബിരുദന്മാർക്കും അതൊന്ന് പ്രയോഗിക്കണമെന്നായി. പോലീസിന്റെ വയർലെസ് സംവിധാനവും ലോക്കപ്പും തൊണ്ടിമുറിയും കേട്ടറിവുള്ള കുട്ടികൾക്ക് ഇവ നേരിൽ കണ്ടത് കൗതുകമായി. അധ്യാപകർ തല്ലാറുണ്ട് എന്ന് CIയോട് പറഞ്ഞ കുട്ടികളോട് ശരിയിലേക്ക് നയിക്കാനുള്ള ഗുരുനാഥന്മാരുടെ രീതികളാണ് ഇതെന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു. തുടർന്ന് സബ് ഇൻസ്പെക്ടർ SR സനീഷിനോടായി കുട്ടികളുടെ കുസൃതി ചോദ്യങ്ങൾ. പ്രധാനാധ്യാപകൻ ജോഷി D കൊള്ളന്നൂരാണ് സഹപ്രവർത്തകരായ റീജ തോമസ്, നബീല റഹ്മ, റോഷിനി, ലിജിന, ലിനി എന്നിവർക്കൊപ്പം കുട്ടികളുമായി സ്റ്റേഷനിൽ എത്തിയത്. കുട്ടികൾക്ക് മധുരം നൽകിയാണ് സ്റ്റേഷനിൽ നിന്ന് യാത്രയാക്കിയത്. TCV അന്തിക്കാട്. ചാലക്കുടി കോടതി ജംഗ്ഷനിലെ മുടങ്ങിക്കിടക്കുന്ന അടിപ്പാത നിർമ്മാണം ഉടനെ പുനരാരംഭിക്കാൻ സാധ്യതയായി. നിർമ്മാണ സാമഗ്രികൾ എത്തിത്തുടങ്ങിയതാണ് സ്തംഭനാവസ്ഥയിലായ സംരംഭത്തിന് ചലനമുണ്ടാകുമെന്ന് സൂചന ലഭിച്ചത്. ഇതിനാവശ്യമായ കമ്പികളും മറ്റുമാണ് പഴയ പോലീസ് ക്വാർട്ടേഴ്സ് ഭൂമിയിൽ എത്തിച്ചിരിക്കുന്നത്. 23 മീറ്റർ വീതിയിലും 5.5 മീറ്റർ ഉയരത്തിലുമുള്ള അടിപ്പാതയാണ് ഇവിടെ നിർമ്മിക്കുന്നത്. അടിപ്പാതയുടെ ഇരുഭാഗത്തും 1 മീറ്റർ വീതം വീതിയുള്ള ഡ്രൈനേജും 1.5 മീറ്റർ വീതം വീതിയുള്ള നടപ്പാതയും ഒരുക്കും. 21 കോടി രൂപയാണ് നിർമ്മാണ ചെലവ്. അടിപ്പാതയുടെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ മുനിസിപ്പൽ ജംഗ്ഷൻ അടച്ചുകെട്ടി സിഗ്നൽ സംവിധാനം ഒഴിവാക്കും. ഉടുമ്പിനെ വിൽപ്പന നടത്താൻ ശ്രമിച്ച കേസിൽ 2 പേരെ വനപാലകർ പിടികൂടി. നടാപ്പാടം കള്ളിച്ചിത്ര കോളനി നിവാസികളായ മലയൻ വീട്ടിൽ സന്തോഷ്, കട്ടാൾ പീടിക സണ്ണി എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ഉടുമ്പിനെ വാങ്ങാനെത്തിയ മരോട്ടിച്ചാൽ സ്വദേശി മാനാംകുഴിയിൽ സണ്ണി ഓടി രക്ഷപ്പെട്ടു. ഫോറസ്റ്റ് ഓഫീസർ PM സീന, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ KV അശോകൻ, KJ ലിജു, MS ശ്രീകാന്ത്, TS രഞ്ജിത്ത്, NU പ്രഭാകരൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത്. ചാവക്കാട് മണത്തല ഗവൺമെന്റ് സ്കൂളിലെ ടാലന്റ് ക്ലബ്ബ് ഇനി രാജ്യാന്തര ശ്രദ്ധയിലേക്ക്. സ്കൂളിലെ ടാലന്റ് ക്ലബ്ബിലെ കുട്ടികൾ അഭിനയിച്ച ചാവക്കാടിന്റെ ദൃശ്യഭംഗിയിലൂടെ സഞ്ചരിക്കുന്ന മ്യൂസിക് വീഡിയോ രാജ്യാന്തര മേളയിലേക്ക് തിരഞ്ഞെടുത്തു. പ്രകൃതിയെ അറിയാണ്, പ്രകൃതിയെ കണ്ട് അറിഞ്ഞാലാണ് അതിനെ സ്നേഹിക്കാൻ കഴിയുക. അപ്പോൾ ആ ഒരു സ്നേഹം വളർത്തിയെടുക്കാനായിട്ടാണ് മണത്തല സ്കൂളിൻ്റെ ടാലൻറ്റ് ലാബിൻ്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു ആൽബം തയ്യാറാക്കിയത്. രാജ്യകുടുംബാംഗത്തിന്റെ ഇമെയിലിൽ നുഴഞ്ഞുകയറി 5 കോടിയിലധികം രൂപ തട്ടിയെടുത്ത കേസിൽ അറസ്റ്റിലായ പറവൂർ സ്വദേശി സുനിൽ മേനോനുമൊത്ത് അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തി. സുനിൽ മേനോന്റെ ബാങ്കുകളിലെ ഇടപാട് രേഖകൾ അന്വേഷണ സംഘം പരിശോധിച്ചു. ഇതിനിടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നും പണം പിൻവലിക്കാൻ സുനിൽ മേനോൻ ഹാജരാക്കിയ വ്യാജ കരാറിൽ പതിച്ച ഖത്തർ മ്യൂസിയം അതോറിറ്റിയുടെ വ്യാജ സീൽ കണ്ടെത്താനായില്ല. കേസിലെ നിർണായക തെളിവുകളിലൊന്നായ വ്യാജ സീൽ കണ്ടെടുക്കാൻ അന്വേഷണം നടന്നുവരികയാണെന്ന് സർക്കിൾ ഇൻസ്പെക്ടർ PC ബിജുകുമാർ പറഞ്ഞു. കോടിക്കണക്കിന് രൂപ കൈക്കൂലി ലഭിക്കുമെന്നത് കണ്ടാണ് കേരളത്തിൽ BOT ചുങ്കപ്പാത നടപ്പിലാക്കാൻ രാഷ്ട്രീയ പാർട്ടികളും നേതാക്കളും ശ്രമിക്കുന്നതെന്ന് NH ആക്ഷൻ കൗൺസിൽ സംസ്ഥാന ചെയർമാൻ EV മുഹമ്മദ് അലി. ദേശീയപാത അതോറിറ്റിയുടെ 4ാമത്തെ വിജ്ഞാപനം അഗ്നിക്കിരയാക്കിയുള്ള പ്രതിഷേധം തളിക്കുളത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിജ്ഞാപനത്തിന് പിന്നിലുള്ള ശക്തി ചില രാഷ്ട്രീയ പാർട്ടിക്കാരാണ്. 45 മീറ്റർ വീതിയിൽ ഭൂമി ഏറ്റെടുത്ത് BOT ചുങ്കം നടപ്പിലാക്കാനുള്ള തീരുമാനം നടക്കാത്ത സ്വപ്നമാണെന്നും മുഹമ്മദ് അലി പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് AG ധർമ്മരത്നം അധ്യക്ഷനായിരുന്നു. ജില്ലാ കൺവീനർ CK ശിവദാസൻ, KK ഷാജഹാൻ എന്നിവർ സംസാരിച്ചു. പ്രക്ഷോഭങ്ങൾക്ക് തുടക്കം കുറിച്ച് തളിക്കുളത്ത് നടത്തിയ പ്രതിഷേധ യോഗത്തിൽ ഭൂമി നഷ്ടപ്പെടുന്നവർ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. വിജ്ഞാപനം റദ്ദാക്കാൻ ദേശീയപാത അതോറിറ്റിയോട് ആക്ഷൻ കൗൺസിൽ നേരിട്ടും കൂട്ടായും ആവശ്യപ്പെടും. ഈ ആവശ്യം മുന്നറിയിച്ച് കളക്ടറെ സമീപിക്കാനും ജൂലൈ 16-ന് ലാൻഡ് അക്വിസിഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തുവാനും ആക്ഷൻ കൗൺസിൽ തീരുമാനിച്ചിട്ടുണ്ട്. ഗുരുവായൂരിലെ മാലിന്യപ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന് ഗുരുവായൂർ മർച്ചന്റ്സ് അസോസിയേഷൻ വാർഷിക പൊതുയോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് KB മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് TN മുരളി അധ്യക്ഷത വഹിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ് മുഖ്യാതിഥിയായിരുന്നു. ജനറൽ സെക്രട്ടറി റഹ്മാൻ തിരുനെല്ലൂർ, V മനോജ് മേനോൻ, GS ഗണേഷ് തുടങ്ങിയവർ സംസാരിച്ചു.
ഗുരുവായൂർ ഫാസിൽ വധക്കേസിലെ പ്രതിയെ ഫേസ്ബുക്കിലൂടെ വധിക്കുമെന്ന ഭീഷണി മുഴക്കിയ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഫാസിലിന്റെ സഹോദരൻ ബ്രഹ്മകുളം പുതുവീട്ടിൽ ഫായിസ്, തൈക്കാട് തയ്യാലയിൽ ഷിഹാസ് എന്നിവരെയാണ് ഗുരുവായൂർ SHO ഇ ബാലകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. ഫാസിൽ വധക്കേസിലെ 1-ാം പ്രതി തൈക്കാട് സ്വദേശി സുമേഷിനെയാണ് വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയത്. 2014-ലാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകൻ ഫാസിലിനെ വെട്ടിക്കൊലപ്പെടുത്തുന്നത്. ഈ കേസിലെ 2-ാം പ്രതി നെന്മിനി വടക്കേത്തരികത്ത് ആനന്ദിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ 1-ാം പ്രതിയാണ് ഫായിസ്. ഈ കേസിൽ അടുത്തിടെയാണ് ജാമ്യത്തിലിറങ്ങിയത്. ഇടവേള. വാർത്ത തുടർന്നു. കുന്നംകുളം നഗരസഭ കൃഷിഭവന്റെയും ആർത്താറ്റ് കൃഷിഭവന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഞാറ്റുവേല ചന്തയ്ക്ക് തുടക്കമായി. ലൈബ്രറി ഹാളിൽ നടന്ന ഞാറ്റുവേല ചന്തയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ നിർവഹിച്ചു. വൈസ് ചെയർമാൻ PM സുരേഷ് അധ്യക്ഷനായി. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ KK മുരളി, സുമാ ഗംഗാധരൻ, ഷാജി ആലിക്കൽ, മിഷ സെബാസ്റ്റ്യൻ എന്നിവർ സംസാരിച്ചു. ഞാറ്റുവേലയും നാട്ടറിവും എന്ന വിഷയത്തെക്കുറിച്ച് സെമിനാറും സൗജന്യ വിത്ത് വിതരണവും കാർഷികോൽപ്പന്നങ്ങളുടെ വിപണനവും ഒരുക്കിയിരുന്നു. പാവർട്ടി സെന്റ് ജോസഫ് LP സ്കൂളിൽ ഉച്ചഭക്ഷണത്തിന് വിഷരഹിത പച്ചക്കറി കൃഷി പദ്ധതിക്ക് തുടക്കമായി. പാവർട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് അബു വടക്കയിൽ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് പൂവത്തുകാരൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. പാവർട്ടി കൃഷി ഓഫീസർ റിയ ജോസഫ്, വാർഡ് മെമ്പർ മിനി ലിയോ, PTA പ്രസിഡന്റ് ബൈജു ലൂവിസ്, പ്രധാനാധ്യാപകൻ KJ ബബു, CJ ഷീല എന്നിവർ സംസാരിച്ചു. കൃഷിയിടത്തിൽ പുല്ല് വരാതിരിക്കാനുള്ള മർച്ചിംഗ് ഷീറ്റ് വിരിച്ചാണ് കൃഷി നടത്തുന്നത്. വെണ്ട, പയർ, ചീര, വഴുതന, മത്തൻ, കുമ്പളം മുതലായ പച്ചക്കറി ഇനങ്ങളാണ് കൃഷിക്ക് തെരഞ്ഞെടുത്തിരിക്കുന്നത്. കിള്ളിമംഗലം ഗവൺമെന്റ് UP സ്കൂളിൽ പഴയകാല കാർഷിക ഉപകരണങ്ങളുടെ പ്രദർശനം നടന്നു. നിരവധി വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുത്തു. മരം നടുക, പ്രകൃതിയെ സംരക്ഷിക്കുക എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയാണ് പഴയകാല കാർഷിക ഉപകരണങ്ങളുടെ പ്രദർശനം നടന്നത്. ചെറുതുരുത്തി സ്വദേശി വിജയന്റെ ശേഖരത്തിലുള്ളതാണ് പ്രദർശനത്തിന് വെച്ച ഉപകരണങ്ങൾ. പഞ്ചായത്ത് മെമ്പർമാരായ ഗിരിജ സോമനാഥ്, C ഉണ്ണികൃഷ്ണൻ, വായനശാല ഭാരവാഹികൾ, വിദ്യാർത്ഥികൾ, അധ്യാപകർ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. തിരുവില്ലാമല പഞ്ചായത്തിലെ ലൈഫ് മിഷൻ പദ്ധതിയുടെ 2-ാം ഘട്ടത്തിന്റെ ഭാഗമായി ഭവന നിർമ്മാണത്തിനുള്ള ധനസഹായ വിതരണം UR പ്രദീപ് MLA ഉദ്ഘാടനം ചെയ്തു. വയോജനങ്ങൾക്കുള്ള കട്ടിൽ വിതരണവും ഇതോടൊപ്പം നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് MR മണി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V തങ്കമ്മ മുഖ്യ അതിഥിയായിരുന്നു. പഞ്ചായത്ത് മെമ്പർ R ലക്ഷ്മണൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ദീപ S നായർ, ബ്ലോക്ക് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KR സത്യൻ എന്നിവർ സംസാരിച്ചു. തൃശൂർ അതിരൂപത KCBC മദ്യവിരുദ്ധ സമിതിയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണവും മദ്യവിമുക്ത കുടുംബ സംഗമവും സംഘടിപ്പിച്ചു. എരുമപ്പെട്ടി തിരുഹൃദയ ഫെറോന ദേവാലയത്തിൽ ചേലക്കര ഫെറോന ഡയറക്ടർ ഫാദർ ഡോക്ടർ ചാക്കോ ചിറമൽ ഉദ്ഘാടനം ചെയ്തു. അതിരൂപത പ്രസിഡന്റ് CK ബാബു അധ്യക്ഷനായി. ഫാദർ ജോൺസൺ ഊക്കൻ, ഫാദർ ജോയ് അടുമ്പുകുളം, ജോസ് ചെമ്പശ്ശേരി, PL സണ്ണി, റപ്പായി മേച്ചേരി, ഷൈജു ചക്രാമാക്കൽ എന്നിവർ സംസാരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതി തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വാഹന പ്രചരണ ജാഥയ്ക്ക് കാഞ്ഞാണിയിൽ സ്വീകരണം നൽകി. കൺവീനർ KL ജോസ്, സമിതി ഏരിയ പ്രസിഡന്റ് TV വർക്കി, VN സുർജിത്, MK സദാനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. എളവള്ളി പഞ്ചായത്തിലെ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും 100% വിജയം കൈവരിച്ച സ്കൂളുകളെയും ആദരിച്ചു. എളവള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിറ്റാട്ടുകര കോൺഗ്രസ് ഭവനിൽ നടന്ന സമാധാന ചടങ്ങ് മുൻ MLA PA മാധവൻ ഉദ്ഘാടനം ചെയ്തു. എളവള്ളി മണ്ഡലം പ്രസിഡന്റ് CJ സ്റ്റാൻലി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി വിജയ് ഹരി മുഖ്യപ്രഭാഷണം നടത്തി. AT സ്റ്റീഫൻ, വർഗീസ് മാനത്തിൽ, AD സാജു, റാഫി എളവള്ളി എന്നിവർ സംസാരിച്ചു. അഞ്ചേരിയിൽ പേ പിടിച്ച ആക്രമണ സ്വഭാവം കാണിച്ച പശുവിനെ വരുതിയിലാക്കാൻ പോലീസും ഫയർഫോഴ്സും എത്തി. അഞ്ചേരി ചക്കാലപ്പറമ്പിൽ വീട്ടിൽ ശൈലജയുടെ പശുവിനാണ് പേ ഇളകിയത്. 2 മാസം മുമ്പാണ് പശുവിന് തെരുവ് നായുടെ കടിയേറ്റത്. പ്രതിരോധ കുത്തിവയ്പ് എടുത്തിരുന്നുവെന്ന് വീട്ടുകാർ പറഞ്ഞു. മുല്ലശ്ശേരി പഞ്ചായത്തിലെ എല്ലാ വിവരങ്ങളും ലഭ്യമാകുന്ന സ്മാർട്ട് മുല്ലശ്ശേരി മൊബൈൽ ആപ്പ് പ്രവർത്തനം ആരംഭിച്ചു. പഞ്ചായത്തിലെ എല്ലാ സേവനങ്ങളും ഇതുവഴി അറിയാനാവും. മണലൂർ മണ്ഡലത്തിൽ ഈ സംവിധാനം ഒരുക്കിയ ആദ്യ പഞ്ചായത്തായി ഇതോടെ മുല്ലശ്ശേരി മാറി. മുല്ലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് AK ഹുസൈൻ ആപ്പിന്റെ ലോഞ്ചിംഗ് ഉദ്ഘാടനം ചെയ്തു. ജനപ്രതിനിധികൾ എല്ലാവരും ചടങ്ങിൽ പങ്കെടുത്തു.
പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഈ സേവനം ഉപയോഗിക്കാം. സർവീസിൽ നിന്നും വിരമിക്കുന്ന കുന്നംകുളം ACP P. വിശ്വംഭരന് കുന്നംകുളം പ്രസ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. കുന്നംകുളം പ്രസ് ക്ലബിൽ ചേർന്ന യോഗത്തിൽ പ്രസിഡന്റ് ഡെന്നി പുലിക്കോട്ടിൽ അധ്യക്ഷനായിരുന്നു. ചടങ്ങിൽ പ്രസ് ക്ലബിന്റെ ഉപഹാരം ACPക്ക് നൽകി. പ്രസ് ക്ലബ് സെക്രട്ടറി മഹേഷ്, ട്രഷറർ ബാബു, ഗിരീഷ് കുമാർ, ജയപ്രകാശ് എന്നിവർ സംസാരിച്ചു. മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ 2018-19 സാമ്പത്തിക വർഷത്തേക്കുള്ള വികസന പദ്ധതികൾക്ക് രൂപം നൽകി. വാർഡ് തലത്തിൽ ചേരുന്ന ഗ്രാമസഭകളുടെ അംഗീകാരത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുക. മുല്ലശ്ശേരി കമ്മ്യൂണിറ്റി ഹാളിൽ ചേർന്ന വർക്കിംഗ് ഗ്രൂപ്പ് യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് AK ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു. സ്ഥിരം സമിതി ചെയർപേഴ്സൺ സീമ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷയായി. OS പ്രദീപ്, മിനി മോഹൻദാസ്, പഞ്ചായത്ത് സെക്രട്ടറി KS ഉല്ലാസ് കുമാർ എന്നിവർ സംസാരിച്ചു. ഗാർഹിക കണക്ഷനിൽ ലഭിച്ച ഗ്യാസ് സിലിണ്ടറിൽ വെള്ളം കണ്ടെത്തിയതായി പരാതി. എൽത്തുരുത്ത് കാര്യാട്ടുകര സ്വദേശിയുടെ വീട്ടിലെ ഗ്യാസ് സിലിണ്ടറിലാണ് വെള്ളം കണ്ടെത്തിയത്. പുതുക്കാട് പ്രവർത്തിക്കുന്ന വിഷ്ണു ഗ്യാസ് ഏജൻസിയിൽ നിന്നാണ് ഇവർ ഗ്യാസ് വാങ്ങിയത്. ഒരാഴ്ചയാകുമ്പോഴേക്കും ഗ്യാസ് തീർന്നതോടെ സംശയം തോന്നിയ വീട്ടുകാർ സിലിണ്ടർ മറിച്ചിട്ട് പരിശോധിച്ചപ്പോൾ വെള്ളം പുറത്തേക്ക് ഒഴുകുകയായിരുന്നു. വീട്ടുകാർ ഏജൻസിയിൽ പരാതി നൽകി. ആവാസ കേന്ദ്രങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചിത്രശലഭങ്ങൾക്ക് ഉദ്യാനമൊരുക്കി ശ്രദ്ധേയമാവുകയാണ് തലക്കോട്ടുകരയിലെ സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജ്. ആവാസ കേന്ദ്രങ്ങൾ നഷ്ടപ്പെട്ടതോടെ ചിത്രശലഭങ്ങൾ വലിയ തോതിലുള്ള വംശനാശത്തിന് ഇരകളായിക്കൊണ്ടിരിക്കുകയാണെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് കോളേജിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ അസിസ്റ്റന്റ് പ്രൊഫസർ അരുന്ധതി ശശികുമാറിന്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ പൂമ്പാറ്റകൾക്കായി ഉദ്യാനം തീർത്ത് ശലഭ സംരക്ഷണത്തിന്റെ പ്രാധാന്യം അറിയിക്കുന്നത്. 26 ഇനം ചിത്രശലഭങ്ങൾ തങ്ങളുടെ ഉദ്യാനത്തിൽ വിരുന്നെത്തിയതായി അരുന്ധതി പറയുന്നു. ഈ മഴയ്ക്ക് ശേഷം ഇപ്പോൾ മഴ പെയ്തു തുടങ്ങിയപ്പോഴാണ്, മെയ് ലാസ്റ്റ് ആയപ്പോഴാണ് പിന്നീട് രണ്ടാമത് ബട്ടർഫ്ലൈസ് വന്ന് എന്നുവെച്ചാൽ ഒരു 26 ടൈപ്പ് ഓഫ് ബട്ടർഫ്ലൈസ് നമ്മുടെ ക്യാമ്പസിൽ ഈ ഗാർഡനിലേക്ക് വിസിറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനോടകം. മഴ ആരംഭിച്ചതോടെ നീലക്കടുവ ഇനത്തിൽപ്പെട്ട ശലഭങ്ങളാണ് കൂടുതലായി ഉള്ളത്. ശലഭങ്ങൾക്ക് തേൻ നുകരാൻ തെച്ചി, ചെമ്പരത്തി, റോസ്, ചെണ്ടുമല്ലി, കോളാമ്പി, 10 മണി, 4 മണി, അരിപ്പൂ തുടങ്ങിയ ചെടികളും മുട്ടയിടാൻ നാരകം, കറിവേപ്പ്, എരുക്ക്, കറുകപ്പെട്ട, കർലകം, കണിക്കൊന്ന മുതലായ ചെടികളും തോട്ടത്തിൽ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. പൂമ്പാറ്റകളെ സംരക്ഷിക്കുന്നതോടൊപ്പം അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ശലഭോദ്യാനത്തിലൂടെ മാനസിക ഉല്ലാസം ലഭിക്കുന്നുണ്ടെന്നും മറന്നുപോയ പരിസ്ഥിതി സ്നേഹത്തെ തിരികെ കൊണ്ടുവരാൻ കഴിഞ്ഞുവെന്നും കോളേജ് അധികൃതർ വിലയിരുത്തുന്നു. TCB എരുമപ്പെട്ടി. പാലയൂർ മാർത്തോമ അതിരൂപത തീർത്ഥകേന്ദ്രത്തിൽ ദുഃഖ്രാന തർപ്പണ തിരുനാളിന്റെ ഭാഗമായി സ്വാഗത സംഘം ഓഫീസ് തുറന്നു. തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ജോസ് പുന്നോലിപ്പറമ്പിൽ ഉദ്ഘാടനം നിർവഹിച്ചു. ജൂലൈ 3 ദുഃഖ്രാന ഊട്ടുതിരുനാളും 14, 15 തീയതികളിൽ തർപ്പണ തിരുനാളും ആഘോഷിക്കും. പങ്ങാരപ്പള്ളി കർഷക സംഘം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മലയോര പട്ടയ സമരപ്രഖ്യാപന കൺവെൻഷൻ സംഘടിപ്പിച്ചു. പട്ടയം ലഭിക്കാത്ത ആളുകൾക്ക് പട്ടയം ലഭിക്കുന്നതിനാവശ്യമായ ശക്തമായ പ്രതിഷേധ നടപടികൾ സ്വീകരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കർഷക സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് സെബി ജോസഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. കർഷക സംഘം പങ്ങാരപ്പള്ളി മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് PV തങ്കച്ചൻ അധ്യക്ഷനായിരുന്നു. ശക്തമായ മഴയിൽ മണ്ണമ്പേട്ടയിൽ വീട് തകർന്നു വീണു. പൂക്കോടൻ മാധവന്റെ ഓടിട്ട വീടാണ് പൂർണ്ണമായും തകർന്നു വീണത്. മാധവൻ ഒറ്റയ്ക്കാണ് വീട്ടിൽ താമസം. ഗുരുവായൂർ വിട്ടിക്കിഴി ഗോപാലകൃഷ്ണൻ സ്മാരക ട്രസ്റ്റിന്റെ മാധ്യമ പുരസ്കാരം R. ജയകുമാറിന് മുൻ MP PC ചാക്കോ സമ്മാനിച്ചു. SSLC, +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ഗുരുവായൂർ ദേവസ്വം മുൻ ചെയർമാൻ TV ചന്ദ്രമോഹൻ ഉപഹാരങ്ങൾ വിതരണം ചെയ്തു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് CA ഗോപപ്രതാപൻ, മാധ്യമപ്രവർത്തകൻ PV ഉണ്ണികൃഷ്ണൻ, VV രാജു തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ പാലപ്പിള്ളി മേഖലയിലെ തോട്ടം തൊഴിലാളി കുടുംബങ്ങൾ. അവകാശങ്ങൾ നേടിയെടുക്കാൻ പ്രക്ഷോഭത്തിനൊരുങ്ങി തൊഴിലാളി യൂണിയനുകൾ. വടക്കാഞ്ചേരി നഗരസഭയിലെ മാർക്കറ്റിലെ മാലിന്യം സംസ്കരിക്കാൻ കർശന നിർദ്ദേശങ്ങളുമായി നഗരസഭ. തീരുമാനങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ മാർക്കറ്റ് അടച്ചിടുമെന്ന മുന്നറിയിപ്പ്. TCV ഇംപാക്ട്. ടോൾ പിരിവാരംഭിച്ച 1 പതിറ്റാണ്ട് പിന്നിട്ടിട്ടും ദേശീയപാതയിലെ പോരായ്മകൾക്ക് പരിഹാരമായില്ല. സർവീസ് റോഡുകൾ മരണക്കെണികളായി മാറുന്നു. എയർ ഹോൺ ഘടിപ്പിച്ച വാഹനങ്ങൾക്ക് പിടിവിടും. പരിശോധന കർശനമാക്കി മോട്ടോർ വാഹന വകുപ്പ്. ജില്ലയിൽ ഗ്യാസ് ഏജൻസി ഷോറൂമുകളിൽ നിന്ന് 5 കിലോമീറ്റർ ദൂരം വരെ ഹാൻഡ്ലിംഗ് ചാർജ് ഒഴിവാക്കാൻ തീരുമാനം. ജൂലൈ 1 മുതൽ തീരുമാനം പ്രാബല്യത്തിൽ.
ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.